ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ശ്രീ ഷാഫി ജൂരിപ്പള്ളം അവർകളെയാണ് ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നത്. സ്വാഗതം അരുളുവാൻ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്ടഡ് ശ്രീ സി കെ സുനിൽകുമാർ ഡിവൈഎസ്പി ബേക്കൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൈക്ക യവന്തൂർ മണിയാണി മെമ്മോറിയൽ എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്നേഹ സന്ധ്യ എന്ന പേരിൽ നടത്തപ്പെടുന്ന കലാപരിപാടികളുടെയും ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ്, ഈ സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മാനേജർ കൂടിയായ നമ്മുടെ പരിചിതനായ നിലത്തിലെ ഗംഗാധരമണിയാൻ്റെ പുത്രനും ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാനേജറും കൂടിയായ ശ്രീ നിത്യൻ നിലത്തിലെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്ന കാലം തൊട്ട് ഞങ്ങളോട് ഒത്ത് കൈകോർത്ത് പിടിക്കുന്ന ശ്രീ ഭാസ്കരേട്ടനെ, വൈക്കം ഭാസ്കരനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ സംഘടനയുടെ PTA വൈസ് പ്രസിഡന്റും പൈക്കയിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനമായ ശ്രീ മൊയ്തീൻ കുഞ്ഞി പൈക്കയെ സ്വാഗതം ചെയ്യുന്നു. ചെങ്കള പഞ്ചായത്തിൻ്റെ CDS ചെയർപേഴ്സൺ, ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീമതി സുനിതയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രതീക്ഷ ചെലുത്തുന്ന അബ്ദുല്ല കുഞ്ഞി മാസ്റ്റർ കൂടി സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഗിരി കൃഷ്ണനാണ്, ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റും കൂടിയാണ്. പ്രിയരെ, ഇത്രയും നല്ലൊരു വേദി നമുക്ക് ഒരുക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് ഈ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ അധ്യക്ഷനായി അഹോരാത്രം പ്രവർത്തിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു കലാവിരുന്നും അതോടൊപ്പം തന്നെ നല്ലൊരു സാംസ്കാരിക സദസ്സിനും വേണ്ടി ഒപ്പം കൂടിയ എല്ലാവരെയും കൂടി ഓർത്തുകൊണ്ടാണ് ശ്രീ ഏറെ ബഹുമാനത്തോടു കൂടി ശ്രീ ഗിരികൃഷ്ണൻ അവരുടെ അധ്യക്ഷ സ്ഥാനം പ്രസംഗത്തിന് വേണ്ടി ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികൾ, അങ്ങനെ തന്നെ സംബോധന ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ ഈ പൈക്ക AKMM AUP സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയവരായിരിക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ള മെക്രാജെ വില്ലേജിൽ അടക്കമുള്ള മുഴുവൻ ആൾക്കാർ. അത്യാവശ്യം ഈ അടുത്ത കാലത്തായിട്ട് താമസം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരോ കല്യാണം കഴിച്ച് മറ്റ് സ്ഥലത്തു നിന്ന് വന്നവരോ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ മുഴുവൻ ആൾക്കാരും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞത്. ഞാൻ അധ്യക്ഷ പ്രസംഗമായി ഇപ്പോൾ നീട്ടുന്നില്ല. കാരണം നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം സുനിൽകുമാർ സാർ സമ്മതിച്ചതാണ്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ട ഒരു ഏറ്റവും വലിയ പരിപാടി നടക്കുന്നത് ബേക്കൽ കോട്ടയിൽ. ഉദ്ഘാടനം ചെയ്യാൻ ഈ വേദിയിലേക്ക് എത്തിയ ബേക്കൽ DYSP ശ്രീ CK സുനിൽകുമാർ സർ, ഒരു ഔദ്യോഗിക പദവി എന്നതിനപ്പുറം ജനങ്ങളോട് സ്നേഹത്തോടെ കൂട്ടായ്മയോടെ കൂടി ജനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് നമ്മുടെ
നമ്മുടെ ഒരു ഓൾഡ് സ്റ്റുഡൻറ്റിൻ്റെ സാംസ്കാരിക സദസ്സായതുകൊണ്ട് ഇത്രയും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും വന്നിരിക്കുകയാണ്. ആ ബേക്കൽ ഫെസ്റ്റ് നേരത്തെ അധ്യക്ഷൻ സംസാരിച്ചതുപോലെ ഇത്രയും തിരക്കുള്ള ബേക്കൽ ഫെസ്റ്റ് വരെ ഒഴിവാക്കി നമ്മളൊക്കെ വന്ന് സംസാരിക്കുക. സർ, ഒരു കുടുംബ സംഗമം കൂടി ആയതുകൊണ്ട് ഒരുപാട് കുടുംബാംഗങ്ങളാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സാറിൻ്റെ നല്ല വാക്കുകൾക്ക് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി ഏറെ ബഹുമാനപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സാംസ്കാരിക സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഗിരീഷ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടു കൂടിയാണ് നിങ്ങളിവിടെ ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ആഹ്ലാദത്തിലും പങ്കുചേരാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് നിങ്ങളോട് സൂചിപ്പിച്ചത്. 2005 തോന്നുന്നു ഞാൻ ബദിയടുക്ക SA ആയിരുന്നു, ഒരു 1.5 വർഷം. ആ സമയത്ത് ഇവിടുത്തെ പലരെയും പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പലരോടും വ്യക്തിബന്ധം ഇന്നും സൂക്ഷിച്ചു പോകുന്നുണ്ട്. ആ ഒരു അടുപ്പമായിരിക്കാം ഒരുപക്ഷെ ഗിരികൃഷ്ണൻ എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ വരണം എന്ന് എനിക്ക് തോന്നാറുണ്ടായി. ഒരുപക്ഷെ നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗമത്തിന്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനടക്കമുള്ള ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും ആൾക്കാർ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂ ജനറേഷൻ അല്ലാത്ത പഴയ ഓൾഡ് ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണ്. ഒരുപക്ഷെ പുതിയ ലോകത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാതെ പഴയ ലോകത്തിൻ്റെ പരിദേവനങ്ങളും പട്ടിണിയും കണ്ട് വളർന്ന ഒരു ജനതയാണ് ഞാനടക്കമുള്ള പഴയ തലമുറ. അന്ന് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങൾ അനുഭവിച്ചു പോകുന്ന തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പട്ടിണിയും പരിദേവനങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ SLC പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കറണ്ട് വന്നത്. അന്ന് ഞങ്ങളുടെ വെളിച്ചം എന്ന് പറയുന്നത് ചിമ്മിണിക്കൂടായിരുന്നു, മണ്ണെണ്ണ വിളക്കായിരുന്നു. മണ്ണെണ്ണ വിളക്കെന്നും പറയാൻ പറ്റില്ല, അതായത് ഒരു കുപ്പിയിലെ അതിൻ്റെ ഇത് മൂട് ദ്വാരാക്കിയിട്ട് അതിൽ തുണി തിരികെ മണ്ണെണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്കായിരുന്നത്. ഇന്ന് കാണുന്ന തരത്തിലെ ഓൺലൈൻ ഫുഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഫാസ്റ്റ് ഫുഡുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ മൊബൈലിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് അന്ന് ഫുഡുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. AC ഉണ്ടായിരുന്നില്ല, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഒരു സുഖമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരു പരസ്പര സഹകരണമുണ്ടായിരുന്നു. പട്ടിണി എന്തെന്ന് അറിയുമ്പോഴും നമുക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ പങ്കുവയ്ക്കുവാനും എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സുഖം അല്ലെങ്കിൽ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മ തിരിച്ചു വരണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഇവിടെ കൂടിച്ചേർന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ OSCയുടെ പ്രസിഡന്റ് ശ്രീ ഗിരികൃഷ്ണൻ അവർ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ബേക്കൽ DYSP സുനിൽ സാർ അവർ, മറ്റു വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരെ, OSC സുഹൃത്തുക്കളെ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരന്മാരെ, സാർ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഒരു ക്ലാസ് തന്നെ എടുത്തിരിക്കുകയാണ്. എന്താണ് കുടുംബ സംഗമം എന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കുന്ന ഒരു ക്ലാസ്സാണ് സാർ എന്ന വേദിയിൽ നമുക്കായി നടത്തിയത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് നല്ലൊരു അഭിമാനിക്കാവുന്നതാണ്. കാരണം ഇത്തരം ഇത് വരുന്ന തലമുറയ്ക്ക് തന്നെ ഇതൊരു പ്രചോദനമാകുമെന്നാണ് പറയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ OSCയുടെ പരിപാടി
വളരെ ശ്രദ്ധേയമായ പരിപാടിയാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. OSC എന്ന് പറയുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും കൊണ്ട് വളരെയധികം ശ്രദ്ധയച്ച ഒരു സംഘടനയാണ്. ശ്രീ CK സുനിൽകുമാർ സാറിനെ നൽകുന്നതിന് വേണ്ടി ശ്രീ ഗിരികൃഷ്ണൻ അവർകളെയും ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. നിരന്തര കയ്യടിയാവാം സുഹൃത്തുക്കളെ. ഇത്രയും മനോഹരമായ വേദി ഒരുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അടുത്തതായി അധ്യക്ഷൻ OSC പ്രസിഡന്റ് ശ്രീ ഗിരികൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബേക്കൽ DYSP സുനിൽകുമാർ സർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ആ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സ്നേഹസന്ധ്യ എന്ന പരിപാടിയുടെ കൂടി ഈ നാട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികളാണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിന്ന് ഒന്നിനും സമയം കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിനെ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. നമ്മുടെ വീട്ടിനടുത്ത് ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമുക്കൊന്നിനും സമയമില്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ അതിനെയൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൂട്ടായ്മ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പഴയ ഓർമ്മകൾ പുതുക്കുന്നതിനും പുതിയ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ ഏറ്റവും അനുയോജ്യകരമാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷപൂർണമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. കാരണം നമ്മുടെ ഇവിടെ പഠിച്ച് അവരുടെ ആദ്യ അക്ഷരങ്ങൾ നുകർന്ന നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിന് അവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ആശംസാ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാ പരിപാടികൾ ആസ്വദിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്, ജയ്. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബേക്കൽ DYSP ശ്രീ സുനിൽകുമാർ സർ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA പ്രസിഡന്റ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, സുനിൽകുമാർ സാർ വളരെ കൃത്യമായി തന്നെ 2 തലമുറകളുടെ വ്യത്യാസം നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ലോകത്തേക്ക് കടന്നു വന്ന നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കാലഘട്ടം തന്നെയാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് തികച്ചും നിഷ്കളങ്കമായ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീടാണ് അവരുടെ മനസ്സിലേക്ക് കടത്തരങ്ങളും ന്യായങ്ങളും ഒക്കെ കടന്നു വരുന്നത്. അങ്ങനെയുള്ള ആ ചെറുപ്പകാലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് ഇവിടെ ഈ നമ്മൾ കൂടിച്ചേരുന്നതിന്റെ ഏറ്റവും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവർക്കും ബാല്യകാല സ്മരണകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ നമ്മുടെ പഠനകാലത്ത് നമ്മൾ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ടാവും. തീർച്ചയായും സ്വാഭാവികമായും ഓർമ്മയിൽ വരുന്നത് കുറെ കുട്ടിത്തങ്ങളുണ്ടാവും. ആ കുട്ടിത്തങ്ങളൊക്കെ പറയുവാനും അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൊണ്ട് വന്നിട്ടുണ്ടാവുക. കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. വലിയ സംസാരത്തിന് പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംസാരത്തിലുള്ള വേള അല്ല ഇത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്കൊരു ഈ വിദ്യാലയത്തിന്റെ പ്രഥമാധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ കുമ്പള സബ് ജില്ലയിലെ ഏറ്റവും മികച്ച UP വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഈ വിദ്യാലയത്തിന്റെ പെരുമ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ പഠിച്ചിറങ്ങിയ മുഴുവൻ രക്ഷിതാക്കളും നിങ്ങളുടെ മക്കളെയും നമ്മുടെ വിദ്യാലയത്തിൽ ചേർത്തുകൊണ്ട് നിങ്ങളുടെ മക്കളും
അവർ നിങ്ങൾ പഠിച്ച അതേ വിദ്യാലയത്തിൽ പഠിക്കുക വഴി അവർ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാവുന്ന നിർവൃതി, ആ നിർവൃതിയിലേക്ക് വേണ്ടി ഈ വരും വർഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിൽ ചേർക്കുകയും കുട്ടികളുടെ പുരോഗമനത്തിൽ സർവതോന്മുഖമായ പുരോഗതിയിൽ നിങ്ങൾ ഭാഗമായി ചേരുകയും അങ്ങനെ സ്കൂളുമായുള്ള ബന്ധം അഭേദ്യമായി നിലനിർത്തണമെന്ന ഒരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഏതായാലും കൂടുതൽ സംസാരിക്കാനില്ല. ಈ ಪರಿಪಾಡಿ ಇങ്ങനെ ಸಂಘಟಿಪಿക്കുന്നതിൽ ಎಲ್ಲರಿಗೂ ವಂದನೆ. ನಮ್ಮ ಇವತ್ತಿನ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿ ಸಂಗಮದ ಹೆಚ್ಚು ಸಂತೋಷವಾಗಿರ್ತೇವೆ. ನಾನು ಇಲ್ಲೇ ಶಾಲೆಗೆ ಬಂದು 1ನೇ ಕ್ಲಾಸಿನಿಂದ 7ನೇ ಕ್ಲಾಸಿನವರೆಗೆ ಬಂದು ತುಂಬ ಜನರಿಗೆ ತುಂಬ ಸಂತೋಷವಾಗಿರ್ತದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಕೂಡ ನನಗೆ ಆದರೂ ಕೂಡ ಮಕ್ಕಳನ್ನು ಕೂಡ ಇಲ್ಲಿಗೆ ಶಾಲೆಗೆ ಕಲಿಸಿದೆ. ಆದರೂ ನಮಗೆ ಈ CDS ಚೇರ್ಪರ್ಸನ್ ಇಂದ ನಮಗೊಂದು ಬ್ಯಾಕ್ ಟು ಸ್ಕೂಲ್ ಅಂತ ಹೇಳಿ ನಮಗೆ ಪ್ರೋಗ್ರಾಮ್ ಇತ್ತು. ಅದರ ಮುನ್ನೋಡಿಯಾಗಿ ನಾನು ಈ ಶಾಲೆಗೆ ಎಲ್ಲರೂ ಕೂಡ ಹೋಗುವಾಗ ಹೇಳ್ತಾರೆ, ನೀವು ಯಾಕೆ ಈ ಕ್ಲಾಸನ್ನು ಇಡ್ತೀರಿ ಅಂತ. ನೀವು ಶಾಲೆಗೆ ಹೋಗುವಾಗ ನೀವು ಮೊದಲು ಕಲಿತ ಶಾಲೆ ಆಗಿರಬೇಕು ನೀವು ಅಂತೇಳಿ. ಆಗ ನನಗೆ ತುಂಬ ಸಂತೋಷದಿಂದ ನನಗೆ ಹೇಳಲಿಕ್ಕೆ ಆಯಿತು. ನಾನು 1ನೇ ಕ್ಲಾಸಿನಿಂದ 7ನೇ ಕ್ಲಾಸಿನವರೆಗೆ ಕಲಿತ ಶಾಲೆಯಲ್ಲೇ ನನಗೆ ತಿರುಗಿ ಸ್ಕೂಲ್ ಅಂತ ಹೇಳಿ ಇಲ್ಲಿಗೆ ಬಂದು ಆ ಕ್ಲಾಸ್ 1ನೇ ಕ್ಲಾಸಿನಿಂದ 7ನೇ ಕ್ಲಾಸಿನವರೆಗೆ ಕೂತು ಆ ಸಂತೋಷವನ್ನು ನನಗೆ ಹಂಚಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಯಿತು. ನಾನು ತುಂಬ ಸಂತೋಷವಾಯಿತು. ಅದೇ ಎರಡು ನನ್ನ ಮಾತು. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബേക്കൽ DSP സുനിൽ സാർ, വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങൾ, നല്ലൊരു സായം സന്ധ്യയിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗമഭൂമിയിൽ പ്രസംഗത്തിന് ഒരു പ്രസക്തിയുമില്ല. എല്ലാവരും അവരവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്ന ഈ കലാസന്ധ്യയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷന്റെ സംഗമം മഹാനായ സ്വാമിജി പറഞ്ഞതുപോലെ 1000 സാഗര സംഗമങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് സംഗമിക്കാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യ മനസ്സുകൾക്ക് സംഗമിച്ചുകൂടാ എന്ന ആപ്തവാക്യം മാത്രം പറഞ്ഞുകൊണ്ട് പല കൈവഴികളിലായി പോയ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗം ചെയ്ത ഈ സംഘടനയുടെ സാരഥികൾക്ക് 1000 നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിക്കും. ബഹുമാനായ അധ്യക്ഷൻ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഗിരികൃഷ്ണൻ, ഈ ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ബേക്കൽ DYSP CK ശ്രീകുമാർ, വേദിയിലുള്ള പഞ്ചായത്ത് അംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇന്ന് ഇവിടെ നാളെ കഴിഞ്ഞാൽ പുതുവത്സരം ആരംഭിക്കുകയാണ്. ഒരു പുതുവത്സര സമ്മാനം എന്ന നിലയിൽ പൈക്ക AKM LP സ്കൂളിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇന്നിവിടെ ഒരു ചെറിയ വിരുന്ന് നിങ്ങൾക്കായി ഒരുക്കുകയാണ്. അത് ആസ്വദിക്കാനാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നല്ലവരായ ഈ നാട്ടിൻ്റെ മണ്ണിൽ ജനിച്ച് നമ്മളോടൊപ്പം ഈ സായസന്ധ്യയിൽ സന്തോഷപൂർവ്വം നിങ്ങളെ കാണുമ്പോൾ നല്ല സന്തോഷമായി തോന്നുന്നു. അതുപോലെ നമുക്ക് അതീവ സന്തോഷമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉപരി അന്നും ഇന്നും ഈ മണ്ണിൽ ജനിച്ച് പല വിദേശത്തും അതുപോലെ തന്നെ പല നാട്ടിലും ജോലിപരമായ ഭാഗമായിട്ടാവട്ടെ പല രീതിയിലും ജീവിക്കുന്നവരും നമ്മുടെ ഈ സായസന്ധ്യ ഒരു മാതൃകയാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണിൽ മറക്കാതിരിക്കാനും, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന്, അതുപോലെ കല്യാണം കഴിച്ച് വന്നതാണെങ്കിലും കല്യാണം കഴിച്ച് പോയവരാണെങ്കിലും എന്താണ് നമ്മുടെ നാടിൻ്റെ ഈ മണ്ണിൻ്റെ ഗുണവും മണവും എന്ന് വെച്ചാൽ അത്
പറഞ്ഞിരിക്കാൻ ആവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ഗുഡ് ഈവനിങ് ഓൺ ഓൾ. നല്ലൊരു സായാഹ്ന സന്ധ്യ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത CK സുനിൽകുമാർ, ഡിവൈഎസ്പി ബേക്കല, ഇവർക്ക് ഓൾ സ്റ്റുഡൻറ് അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിക്കൊണ്ട എത്തിച്ചേർന്ന പൊതു രാഷ്ട്രീയ രംഗത്തിൽ സജീവ സാന്നിധ്യം വഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ ചേർന്നിട്ടുള്ള ഓൾ സ്റ്റുഡൻറ് അസോസിയേഷന് എല്ലാ മെമ്പേഴ്സുകളും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഓരോ വർഷവും 2024 മറ്റന്നാൾ പടികടന്നു വരും. ഓരോ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ലൈഫും കുടുംബസംഗമവും എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഒരു പ്രതീക്ഷയോടാണ്. നമ്മളൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും എല്ലാ വർഷം പിറക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടാറില്ല. അപ്പോൾ എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇഷ്ടമില്ലാത്തവരുണ്ടാകാം, പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എന്നിൽ നിക്ഷിപ്തമായ കടമ, എന്നെ ഈ സംഘാടക സമിതി ഏൽപ്പിച്ച കടമ, ഉത്തരവാദിത്വം, മൈ നെയിം ഈസ് ജയൻ കാട്ടുകൊച്ചി, ഞാൻ പരിചയപ്പെടുകയാണ്. ഷാഫി ചോരിപ്പള്ളം എന്ന എൻ്റെ സുഹൃത്തും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഒപ്പം OP അനീഫ സാമൂഹ്യ പ്രവർത്തകൻ, അവരും എൻ്റെ സുഹൃത്തും ഞാൻ ഏറെ ബഹുമാനിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അവരൊക്കെ ചേർന്ന് ഒരുപാട് ശ്രീ ഗിരികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു വേദി, ഈ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ ഈ വേദിയിൽ വന്നെത്തിയ എല്ലാവരെയും നമ്മൾ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കും. കലാവിരുന്നിലേക്ക് ഡയറക്ടർ, പഴയ സുഹൃത്തുക്കൾ എല്ലാവരും ഇന്ന് സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പോൾ നാട്ടിലെ കലാകാരന്മാരെ, കലാകാരികളെ നട്ടുനടച്ച് വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന്, നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമല്ല, ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമാണ്, കർത്തവ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾക്ക് കൂവാം, എല്ലാവരും കൂടി കൂവാണെങ്കിൽ കൂവാം, കൈയടിക്കാം, ഇതൊക്കെ ചെയ്യാം. ചിരിക്കാനെങ്കിൽ ചിരിക്കാം, ആരെങ്കിലും ഡാൻസ് കളിക്കാൻ പറ്റുന്ന കൂകാൻ റെഡിയാക്കില്ലേ? ഒന്നുകൂടെ ഓക്കെ, കൂകിയിട്ട് നമുക്ക് തുടങ്ങാം.
ചിലങ്കയുടെ മന്ത്രമണി മുഴക്കി 4 വർഷക്കാലം വേദികളിൽ നിരസാന്നിധ്യമായ തേജസ് മോൾക്ക് നിറഞ്ഞൊരു കയ്യടിയാവാൻ പ്രിയ സുഹൃത്തുക്കളെ. തേജസ്വിനി മോൾ മവാർ ഇത് നൽകിയിരിക്കുന്ന സ്നേഹോപകാരം. താങ്ക് യു ഫോർ യുവർ ഇൻട്രൊഡക്ഷൻ. പാട്ടുവീട് നിങ്ങളെപ്പോലുള്ള സഹൃദയരായ കുടുംബ സദസ്സിലൂടെ ഉയർന്നു വന്ന ഒരു പാട്ടു കുടുംബമാണ്. കോവിഡ് കാലത്താണ് പാട്ടുവീട് എന്നുള്ള ഈ ഒരു പാട്ടുകുടുംബത്തിന്റെ വളർച്ച. കോവിഡ് വിതച്ച വിനാശങ്ങൾ പലതാണെങ്കിലും പാട്ടുവീട് ശരിക്കും കോവിഡിന്റെ സന്തതിയാണ്. കയ്യടി തരണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കയ്യടി തരണം, എന്നാലേ ഞങ്ങൾക്കൊരു എനർജി ഉണ്ടാകത്തുള്ളൂ. താങ്ക് യു. ഏതായാലും പ്രിയ കുടുംബ സദസ്സിലേക്ക് നിങ്ങളുടെ കൂടിച്ചേരലിന് ഞങ്ങളീ കൂടി ഈ ഒരു കൂടിച്ചേരലിന്റെ ഭാഗമാക്കാൻ കാണിച്ച ആ മനസ്സിന് ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ട ഷാഫിക്ക, സ്നേഹസന്ധ്യ എന്നുള്ള ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് അദ്ദേഹത്തിനും ഭാരവാഹികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഏറെ വൈകിയ വേളയിൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? പാട്ടുവീടിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഓർമ്മകളെ തൊട്ടുണർത്തുന്ന പാട്ടുകളാണ്. എങ്കിലും ഇവിടെ ഓൾഡ് സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും കുഞ്ഞുമക്കളും ഒക്കെ ഉണ്ട്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആവട്ടെ ഇന്നത്തെ ഗാനസന്ധ്യ അല്ലേ?
ഒരിക്കൽ കൂടി എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് ഒന്നൊരു പേര് കൈയടിച്ച് താങ്ക് യു. നല്ല കലാപരമായി ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ശ്രീ OP ഹനീഫ അവരുടെ സ്നേഹോപകാരം. OP ഹനീഫയെ കുറിച്ച് പറയുകയാണ്. ഒരു കാര്യം, നോട്ട്സ് ഉണ്ടാകും. അതുപോലെ എൻ്റെ ഈ ആൻഡ്രോയിഡ് സെറ്റിൽ കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസ് ഞാനിതിൽ കോർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ മൈൻഡ് റീഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട്, ഒരിക്കലും ഇത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ മൈൻഡ് എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ ഇന്നാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. OP എന്ന് വെച്ചാൽ എനിക്ക് മുമ്പേ പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. സോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട്, പരാജയപ്പെട്ടു കഴിഞ്ഞാലും ഞാനിത് തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് കുറച്ച് വേദിക മാത്രമേ ഞാൻ ഐറ്റംസ് ചെയ്തിട്ടുള്ളൂ. പരിചയക്കുറവുണ്ടാവാം, പക്ഷെ തെറ്റിയാലും നിങ്ങൾ കൈയടിക്കണം, തെറ്റിയില്ലെങ്കിലും നിങ്ങൾ കൈയടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് മനസ്സ് റീഡ് ചെയ്യുകയാണ്. ഒന്ന് കൈ തരുമോ പ്ലീസ്? ഒന്ന് കണ്ണടക്കാമോ പ്ലീസ്? കണ്ണടക്കാം. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഒന്ന് ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ തരാമോ? റിലാക്സ്, റിലാക്സ്, കൂളാവും, ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ. ഓക്കെ, റെഡി? 1 2 3, 1 2 3, 1 2 3, 1 2 3. നിങ്ങൾ ഡീപ്പ് ബ്രത്തിലാണ്. ഓക്കെ, ഇനി മെല്ലൊന്ന് കണ്ണു തുറക്കുക. ഓക്കെ, ഓഡിയൻസിനൊക്കെ കാണുന്നുണ്ടോ? നോർമൽ ആണല്ലോ. ഓക്കെ, പേടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. 1നും 100നും ഇടയിലുള്ള, ഒന്നും വേണ്ട 100ഉം വേണ്ട, അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക. മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി. ഓക്കെ, മാറ്റുന്നില്ലല്ലോ, ചേഞ്ച് ചെയ്യുന്ന ആവശ്യമില്ലല്ലോ, ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കാമോ? ഓക്കെ, മാറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഇനി മുതൽ എന്റെ കൺട്രോളാണ് നിങ്ങളുടെ മൈൻഡ്. ഓക്കെ, അപ്പോൾ ഓഡിയൻസിനോട് ആ നമ്പർ ഒന്ന് ഉറക്കെ ഒന്ന് പറയാം. 75 ആണോ? ഓക്കെ, 75 ആണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന നമ്പർ. ഷോപ്പിംഗ് ലിസ്റ്റ് ആർക്കുണ്ട്? ഷോപ്പിംഗ് ലിസ്റ്റിൽ 75 ഒന്ന് വായിക്കാം. ഷോപ്പിംഗ് ലിസ്റ്റിലെ 75 നമ്പർ നിങ്ങൾ അതിൽ എഴുതിയ എന്താണത്? 75. നിങ്ങൾ തന്നെ ഇത് ഓഡിയൻസോടൊന്ന് പറഞ്ഞേ. 75 ഹണി. 100ഓളം നമ്പേഴ്സ് ഉണ്ട്. അനീസ് ഒന്നും ചെയ്യണ്ട, ആ കവറൊന്ന് തുറക്കാം പ്ലീസ്. അത്ര മാത്രമേ ചെയ്യേണ്ടത്. തോറ്റുപോകാൻ സാധ്യതയുണ്ട്. തോറ്റുപോയാലും തോറ്റുപോയില്ലെങ്കിലും നിങ്ങൾ കൈയടിക്കുക. ഇദ്ദേഹത്തിന്റെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, താങ്ക്സ് പ്രിയ സുഹൃത്തുക്കളെ. കാര്യം ഇവരെനിക്ക് ചെറിയൊരു നെർവസ് ആയപ്പോൾ ഞാൻ ചെറുങ്ങനെ പേടിച്ചു പോയി. കാര്യം ഇദ്ദേഹത്തിന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് ഒരു 5 മിനിറ്റ് Thank you.